ചേർന്നു ഈ മായതൻ പേരോ പ്രണയം. ഇന്നീ പകലിനെന്തു കാന്തി, ഇന്നീ നഗരമെന്തു ഭംഗി, ഇന്നീ കാറ്റിനെന്തു വേഗം കൺമണി. ഓരോ മാത്രയും ഓർമ്മ താളിൽ സ്വർണവർണ്ണമെന്നോ, ഇന്നെൻ മനം വാചാലം കൺമണി. ഈ മിഴികളിൻ മനം ചേർന്നു ഈ മായതൻ പേരോ പ്രണയം. കൈകളിൻ ജാലം, മൊഴികളിൻ മധുരം, നിർമ്മലമീ നിമിഷം. പകലിനെന്തു കാന്തി, ഇന്നീ നഗരമെന്തു ഭംഗി, ഇന്നീ കാറ്റിനെന്തു വേഗം കൺമണി. ഓരോ മാത്രയും ഓർമ്മ താളിൽ സ്വർണവർണ്ണമെന്നോ, ഇന്നെൻ മനം വാചാലം കൺമണി. ഭൂമിയിൽ നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ പരിശുദ്ധൻ നേരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു.
നിനക്ക് സമാധാനം. അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾ നിങ്ങളെ നേരെ നീ അടയ്ക്കരുത്. അവരെ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവമായ കർത്താവിനോട് ഞാൻ പറയും, അവർ നിങ്ങളെ ും
സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും അന്വേഷിച്ചുകൊള്ളണമേ. സമാധാനം ഈ ഭവനത്തിന് എപ്പോഴും നൽകുമാറാകണം. ഈ ഭവനത്തിൽ നടക്കുവാൻ പോകുന്ന വിവാഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഈ മകനെ അവിടുന്ന് എല്ലാ വഴികളിലും നല്ല വഴികളിലും നടത്തി അനുഗ്രഹിക്കുകയാണ്. ഒരു കുടുംബമായി തീരുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായി, നിനക്ക് സ്ത്രീയരേറ്റുന്ന ഒരു കുടുംബമായി അവന്റെ ഭവനത്തെ ആക്കി തീർക്കുമാറാകണമേ. യോശുവാദീർഘർഷി പറഞ്ഞ പ്രകാരം ഈ ഭവനവും വിവാഹത്തിന് ഒരുങ്ങുന്ന മകന്റെ ഭവനവും ഭാവിയിൽ നിന്നെ എപ്പോഴും മഹത്വീകരിക്കുന്നത് ആയിത്തീരണമേ. ഭ്രമിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പേടിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്ന വെളിച്ചത്തിലുള്ള കർത്താവ് അവിടുത്തെ ധൈര്യപ്പെടുത്തുന്നതായ സാന്നിധ്യം ഇവർക്ക് എപ്പോഴും കൂട്ടായിരിക്കുമാറാകണമേ. നിന്റെ വഴികളിൽ നടക്കുവാനും നിന്റെ ശബ്ദത്തെ കേൾക്കുവാനും ഇടയായി തീരുമാറാകണമേ. വാങ്ങിപ്പോയിട്ടുള്ള വിശ്വാസികളായ പരേതരെ പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. ശുദ്ധാത്മാവാദയും അനുഗ്രഹിക്കുന്ന ഞങ്ങളെല്ലാവരുടെ പേരും ഉണ്ടായിരിക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ും
നമുക്ക് ചടങ്ങ് തുടങ്ങാം. ദയവായി എല്ലാവരും ഒന്ന് കസേരയിലോട്ട് ഇരുന്ന്. സമയം ഇപ്പൊ 7 മണി കഴിഞ്ഞ് നമുക്ക് പതുക്കെ ചടങ്ങ് തുടങ്ങാം. മനോഹരമായ ഈ ആഘോഷവേളയിലേക്ക് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് മൂലയിൽ ജോൺ മാത്യുവിന്റെ ബീന ജോണിന്റെ മകൻ മാത്യു ജോണിന്റെ മധുരവെപ്പ് ചടങ്ങിലേക്കാണ്. ചടങ്ങിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് മണവാളിനെ സ്റ്റേജിലേക്ക് ആനയിക്കട്ടെ. കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കീനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി നാനൂറും വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേ ഞാനായ ആസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം. പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കീനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി നാനൂറും ശുഭകാര്യം തുടങ്ങുന്ന മുമ്പ് പ്രാർത്ഥന ഒരു അനിവാര്യമായ ഘടകമാണ്. പ്രാർത്ഥനയ്ക്കായി ബഹുമാനപ്പെട്ട സജി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ നല്ല ദൈവമേ, കുടുംബജീവിതത്തിലേക്ക് ഓരോ വ്യക്തികളെയും ദൈവമേ നീ പ്രത്യേകമായി വിളിക്കുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബെന്നി സാറിനും പ്രിയപ്പെട്ട ബീന ടീച്ചറിനും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവിടുന്ന് അനുഗ്രഹിച്ച് ദാനമായി നൽകിയ ഏകജാതനായ മകനെ ഇന്നയോളം അവിടുന്ന് തൃക്കരത്താൽ താങ്ങി വഴി നടത്തി. ഒരു ശിശുവായി പിറന്നു മുതൽ ഇന്നുവരെയും മാറാത്ത നല്ല ദൈവമായി നീ കൂടെയിരുന്നു. നല്ല വിദ്യാഭ്യാസം നൽകി ഇന്നുവരെയുമുള്ള ജീവിതത്തിൽ കർത്താവ് നല്ല ദൈവമാണെന്ന് അവൻ രുചിച്ചറിഞ്ഞു. ജോലി നൽകി വേലയൊരുക്കി തക്ക തുണയെ അവിടുന്ന് കൂട്ടിച്ചേർക്കുവാൻ മനസ്സായ വലിയ സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ഏറ്റവും മധുരകരമായ ദൈവാനുഭവം നിന്റെ മകന്റെ ജീവിതത്തിൽ ലഭിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ അങ്ങേക്ക് പിതാവിന് പരിശുദ്ധ റൂഹായിക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. അത് പരിശുദ്ധ അമ്മയുടെയും നടക്കാവൽ പരിശുദ്ധൻ മൊറാദായി സ്ലീഹായുടെ എല്ലാ വിശുദ്ധരുടെയും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെൻ
നന്ദി എന്നീശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. അടുത്ത അനുഗ്രഹ പ്രഭാഷണമാണ്. അച്ഛനെ അത് തന്നെയായിട്ട് നമ്മുടെ മൂലയിലെ വലിയ അച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മാത്യു ജോണിനും ജീനായ്ക്കും എല്ലാ ജീവിത വിജയങ്ങളും ആശംസകളും നേരുന്നു. സന്തോഷകരമായ കുടുംബജീവിതം ഇവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹത്തിലും ആദരവിലും ജീവിക്കുവാൻ ദൈവം ഇവർക്ക് പരിശുദ്ധാത്മാ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മണവാളിന് മധുരം കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് ബെനിച്ചായൻ ചോദിച്ചത് കേട്ടില്ലെന്ന്. മണവാളന് മധുരം കൊടുക്കട്ടെ. മണവാളിന് മധുരം കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് ബീനാൻഡി ചോദിച്ചത് കേട്ടില്ലെന്ന്. വീണ്ടും പറയുകയാണ്, ചോദിക്കുകയാണ്, മണവാളിന് മധുരം കൊടുക്കട്ടെ. കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോന്ന് ബെനിച്ചായൻ ചോദിച്ചത് കേട്ടല്ലോന്ന്. മധുരം കൊടുക്കുന്ന മുന്നേ പെട്ടെന്ന് അച്ചാച്ചനെ പറ്റി ഓർമ്മ വരുമ്പോ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ പറയണം. പെട്ടെന്ന് പണ്ടത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും കുസൃതി. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർമ്മ വരുന്നത്, ഞങ്ങളിവിടെ പണ്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നതും, പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ വീട്. അന്നേരം ഇവിടെ ഇങ്ങനെ കയറി വരുന്ന വഴിയായിരുന്നു. ആ വഴിയിലായിരുന്നു മെയിനായിട്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നത്. അന്നേരം ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ കളിക്കാൻ ഏറ്റവും മിടുക്കം ഞാനായിരുന്നു. സത്യം ചെറുക്കൻ പറഞ്ഞു. അപ്പോൾ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. ഈ മാത്രം ഔട്ടായി ഇറങ്ങത്തില്ല. ആരും നമ്മളിവിടെ ആണല്ലോ കളിക്കുന്നത്. ബാറ്റൊക്കെ പുള്ളിയിടുക. അപ്പോഴത്തേക്ക് ഔട്ടായി കഴിഞ്ഞ പുള്ളി ബാറ്റ് കേട്ടോ പോക്കാം. ഇതാണ് ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത്. ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ വരികയും ഒരുപക്ഷെ കളിച്ചു വളർന്നത് ഇവിടത്തേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ചെറുപ്പത്തിൽ അവിടെ ആയിരുന്നു. അപ്പം ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എന്താ പറയുക, വളരെ സൗമ്യശീലനായൊരു പയ്യൻ. ഇനിയിപ്പോൾ അത് എങ്ങനെയൊക്കെ ആവുമെന്നറിയില്ല. എന്താണല്ലോ ഇപ്പോൾ വളരെ സൈലൻ്റായിട്ടൊക്കെ പോകുന്നു. വളരെ സന്തോഷം. മധുരം കൊടുക്കട്ടെ. ഇപ്പോഴല്ലേ മാമൻ വന്നിച്ച് പോയത്? അല്ല, ആ മാമൻ്റെ കല്യാണത്തിന് ഒരാൾ ഇങ്ങനെ കൈയൊക്കെ അടുക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന കാര്യം ഇപ്പം എൻ്റെ മെമ്പറിൽ പെട്ടെന്ന് ഓർത്ത് വരുന്നത്. എന്ത് പറ്റിയതാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കൈയൊക്കെ ഇങ്ങനെ ദേഹത്തോട്ട് അടുക്കി പിടിച്ചാൽ കല്യാണത്തിന് വന്നിട്ടുള്ളത്. ഇല്ലേ? എന്നെ പറ്റിയായിരുന്നില്ല, ക്രിക്കറ്റ് കളിച്ചതാ. അപ്പോൾ ഇത് രണ്ട് കാര്യം. നേരത്തെ പിന്നെ ആദ്യം പറഞ്ഞ ക്രിക്കറ്റും ഇപ്പോൾ പിന്നെ മാമൻ പറഞ്ഞെല്ലാം കൂടെ ചേർന്നപ്പോൾ ഇതാണ് സ്വഭാവം. എങ്ങനെ പോയാലും കൂടെ എവിടെ നിന്നേലും എന്തെങ്കിലും വലിച്ചു കെട്ടിക്കൊണ്ട് വരും. മാറാനിശോ പദവിയിലെ മണർക്കോല പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ
അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി നാനൂറും വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേ ഞാനായ ആസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ പണ്ടിതു പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി നാനൂറും തറയിൽ പായവിരിക്ക് വെതിയൊരുക്ക് നത്തൂനെ നല്ല കൊരണ്ടിയും ഉണ്ടാക്ക് വെള്ള വിരിച്ചു വെടിപ്പാക്ക് മിശിഹാ തന്നെ നിനച്ച് കൊലുവിളക്ക് വെച്ചേക്ക് വെള്ളവും എണ്ണയും കൊണ്ടോര് ആ മഞ്ഞളരച്ചത് തന്നേര് ഇതുവരെ നാം വളർത്തും മഴവില്ല് ഇനി മറുവീടിനുള്ളിൽ മണവാട്ടി മുടി വെട്ടിയൊതുക്കണ് ചന്തമൊരുക്കണ് ചെക്കനെ എല്ലാരും ഇലയിട്ട് വിളമ്പണ് ഒത്തിരിയുട്ടണ് ഉറ്റവരെല്ലാം പാൽച്ചോറ് നട ഈ നട 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 നടയോ ഏ നട ഓ നട 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 നടയോ ആ നട ഈ നട 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 നടയോ ഏ നട ഓ നട 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 നടയോ കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ ആ കനി തിന്നേറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ കമരയിൽ വന്നിരുന്നൊരു വണ്ടുമുരളുന്നേ താമരയിൽ വന്നിരുന്നൊരു വണ്ടുമുരളുന്നേ വണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആന വണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആന തെക്കേരുടെ ആനയല്ല തിന്നു മതിച്ചു നടക്കുന്നേ തെക്കേരുടെ ആനയല്ല തിന്നു മതിച്ചു നടക്കുന്നേ തകരിത്തെ താതക തരികിട തിരുത്തെ തകരിത്തെ താതക തരികിട തിരുത്തെ നാരായണ സൂര്യാനിക്ക വന്നിറങ്ങി കൊടുങ്ങല്ലൂരിൽ നാരായണ ഞങ്ങൾ സൂര്യാനിക്ക വന്നിറങ്ങി കൊടുങ്ങല്ലൂരിൽ ദൈവേദഗതോ 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 ഒത്തുതീരിച്ചവർ കപ്പൽ കേറി മലനാട് നോക്കി പുറപ്പെട്ടാരെ കൊടുങ്ങല്ലൂരങ്ങീരെ വന്നിറങ്ങി ഞാൻ കിഴക്കേക്കുറ്റ് ജോയിച്ചനാണ്. എൻ്റെ ഭാര്യയും എൻ്റെ മകന് അപ്പോൾ അവന് അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു ബീനച്ചേച്ചിയുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ബീനച്ചേച്ചിയുടെ മകന് കല്യാണം കഴിക്കാറായോ? അപ്പോൾ അവൻ അവിടുന്ന് ഗുരുഗാവിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിവിടെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവര് മോന് ഇവന് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇപ്പോൾ ചെന്നൈയിലെ ആ ശരി. അപ്പോൾ
ഇവന് ആശീർവാദം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിന് സ്വല്പം മധുരം കൊടുക്കാം. How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine, and when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me. മധുരമെല്ലാം നമ്മുടെ ചെറുക്കന് കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇത്രയും മധുരം കൊടുക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ പണ്ട് ക്രിസോസ്റ്റം തിരുമേനി മർത്തോമ സഭയുടെ കാലം ചെയ്ത തിരുമേനിയോട് ഒരിക്കൽ ചോദിച്ചു, ദൈവം ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് വലിയൊരു ഗാഢനിദ്ര ആദമിന് വരുത്തിയത്? അപ്പോൾ തിരുമേനിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം ഒത്തിരി പേര് പറഞ്ഞു, ആദമിൻ്റെ വാരിയിൽ എടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ അനസ്തേഷ്യ ആയിരുന്നു ആദമിനെ ഗാഢനിദ്ര വരുത്തി വാരിയിൽ ഊരിയെടുക്കണം. അപ്പോൾ തിരുമേനി പറഞ്ഞു, അതൊന്നും അല്ല കാര്യം. പിന്നീട് ഒരിക്കൽ കൊച്ചമ്മ ഇവിടെ നിൽപ്പുണ്ട്, എന്നാലും പിന്നീട് ഒരിക്കലും ഇത്രയും നല്ലതായിട്ട് ഇനി നിങ്ങളെല്ലാവരും മധുരം കൊടുക്കുമ്പോൾ അങ്ങനെ വല്ല ധ്വനി ഉണ്ടോ എന്നെനിക്കൊരു സംശയം. എന്തായാലും ഒരിക്കലും ദൈവം കൈവിടത്തില്ല. കാരണം ദൈവം എല്ലാ മേഖലകളിലും അനുഗ്രഹിച്ച ഒരു കുടുംബം, പ്രത്യേകിച്ച് ഈ രണ്ട് സഹോദരങ്ങളെ സംബന്ധിച്ച് ഏറെ എളിമയോടെ ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ടും മറ്റുള്ളവരെ ബഹുമാനിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും. ഞാൻ ആലോചിക്കുകയായിരുന്നു, സാധാരണഗതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കല്യാണം നടക്കാത്തത്? 14 ചെറുക്കനെ കണ്ടു, 14 എണ്ണത്തെ. അപ്പം അവൾ ഗിന്നസ് ബുക്കിലേക്ക് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മുടി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഹൈറ്റ് ശരിയല്ല, സംസാരത്തിൻ്റെ ടോണ് ശരിയല്ല, ഇംഗ്ലീഷ് പറയുമ്പോൾ അതിൻ്റെ ആക്സെൻറ്റ് ശരിയല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഒന്നും നോക്കാതെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് ഒരു കല്യാണ ക്രമീകരണമാണ് ഈ വീട്ടിൽ നടന്നിട്ടുള്ളത് എന്ന് ഇവരുടെ അച്ഛൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും. ദൈവം മനോഹരമായ ഒരു ഭാവി ദൈവം തരും. എൻ്റെ കൊച്ചമ്മയുടെയും കുടുംബത്തിൻ്റെയും ഇടവകയുടേതായ എല്ലാ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് പാവപ്പെട്ട് ചേർക്കാൻ വേണ്ടി ഞാനും മധുരം കൊടുക്കുകയാണ്. വാനവില്ലേ നോക്കുകില്ലേ
കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമെല്ലെ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും കണ്ണിലൂടെ മായും നോവിലൂടെ വീണ്ടും പൊരുകില്ലേ വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഓർക്കാതെ വന്നു വീഴും തൂമഞ്ഞിൻ തുള്ളി പോലും നീ വരാനായി ഇവനാന്തം ഏതൊരോമൽ കൂടിനുള്ളിൽ അത്രമേലിഷ്ടമായി കാത്തുവോ വാനവില്ലേ നോക്കുകില്ലേ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പറയണം. ഞാൻ പെട്ടെന്ന് അവന് മനസ്സിൽ വന്നൊരു കഥ പറയാം. ഒരു ഫേസ്ബുക്കിൽ കണ്ടോ കേട്ടോ, ഒരു പ്രായമുള്ള അപ്പച്ചനോട് അമ്മച്ചി ചോദിച്ചു, നിങ്ങൾ എന്നെ കണ്ടാണ് കല്യാണം കഴിച്ചത്? എൻ്റെ ജോലി കണ്ടാണോ, അതോ എൻ്റെ സമ്പത്ത് കണ്ടാണോ, എൻ്റെ കുടുംബം കണ്ടാണോ, എൻ്റെ സൗന്ദര്യം കണ്ടാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് നല്ല ജോലിയുണ്ട്, ഞാൻ നല്ല കുടുംബത്തിലെയാണ്, അപ്പോൾ ഇതൊന്നും കണ്ട് നിന്നെ കെട്ടേണ്ട കാര്യം എനിക്കില്ല, ഞാൻ നിൻ്റെ സൗന്ദര്യം കണ്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ അമ്മച്ചി ചോദിച്ചു, ഇപ്പോൾ എൻ്റെ സൗന്ദര്യമൊക്കെ പോയല്ലോ, ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ? അപ്പോൾ ഈ അപ്പച്ചൻ, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഐസ്ക്രീമാണ്, കോൺ ഐസ്ക്രീമാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പോൾ നീ അത് നല്ല ആസ്വദിച്ച് കഴിക്കും, അവസാനം ആ കോണുണ്ട് അത് നീ കഴിക്കുമോയെന്ന് ചോദിച്ചു. ഞാനത് കഴിക്കും, അതിന് വല്ല ടേസ്റ്റും ഉണ്ട്? അതിനൊരു ടേസ്റ്റും ഇല്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നു വെച്ചപ്പം അതിലും എന്തുണ്ട്, അതിൽ ഐസ്ക്രീം പറ്റിയിരിക്കും, അതുകൊണ്ട് ഞാൻ അത് കഴിക്കുന്നു. അപ്പോൾ അപ്പച്ചനെ അമ്മച്ചിയോട് പറഞ്ഞു, അതുപോലെയാണ് നിൻ്റെ അന്നത്തെ സൗന്ദര്യത്തിൻ്റെ അല്പമൊക്കെ ഇപ്പോഴും നിൻ്റെ പറ്റിയിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അതും ആസ്വദിക്കുന്നു. അതുപോലെ മതിചോർന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവസാനം വരെ ആ കുടുംബജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ആസ്വദിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ അപ്പച്ചനെ ഞാൻ ഒന്നും പറയാതെ ഇങ്ങോട്ട്, ഞാൻ മോളൊരു പാട്ട് പാടാന്ന് പറഞ്ഞ ആളാണ്. അപ്പച്ചൻ പണ്ടത്തെ കലോത്സവത്തിന്റെ സ്റ്റേറ്റ് ലെവൽ വിന്നറാണ്. അപ്പൊ അപ്പച്ചന്റെ പാട്ട് നമുക്ക് ആസ്വദിക്കണ്ടേ, വേണ്ടേ? അപ്പൊ എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കാന്നാണ്. അപ്പച്ചന്റെ ഗംഭീര പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതാണ്. ആദ്യം ഈ മകന് നല്ലൊരു ദാമ്പത്യ ജീവിതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാട്ടിലേക്ക് കിടക്കട്ടെ. അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെൻ്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം അകലെ
കുളിരും പാരിജാത മലരും മണവും പാടിവരുന്നു നദിയും കുളിരും പാരിജാത മലരും മണവും ഒന്നിലൊന്നായി കലരും പോലെ നമ്മളൊന്നായി അലിയുകയില്ലേ അകലെ അകലെ നീലാകാശം അലതല്ലും മേഘദീപ്തം അരികിലെൻ്റെ ഹൃദയാകാശം അലതല്ലും രാഗദീപ്തം അകലേ നീലാകാശം ഓട്ടപ്പന്തയം വെച്ചു മലയോരം കാണുവാനായി മത്സരം വെച്ചു തമ്മിൽ മത്സരം വെച്ചു ധാരാമി ആയിരം പരിപാടി സമ്മാനം നേടും പാത്തുവതെങ്കിൽ പമ്മി നടക്കും കൊടിമടിയൻ ആമച്ചട്ടൻ ഓട്ടക്കാരൻ വീഴും കൂട്ടുകാർ ബഹുദൂരം ചെന്ന് വന്നാൽ പിന്തിരിഞ്ഞപ്പോൾ മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ കുറേയേറെ ദൂരെയായി ആമയെ കണ്ടു പാവം ആമയെ കണ്ടു മുതുകിൽ കൂടാനും അതിലേറെ ഭാരമായി ഈയും ചെങ്ങാതിയെ നോക്കി സകതാം പോന്നു പാത്തുമതിയൻ ആമച്ചട്ടൻ ഓട്ടക്കാരൻ വീഴും കൂട്ടുകാർ ഇതുപോലെ കണ്ണടയ്ക്കാം ഉണ്ണുറങ്ങിട പയ്യ സീനവും മാതാം ഏനവനെത്തുമ്പോ ഉണ്ണണി തൊടാം അങ്ങനെ ലക്ഷ്യവും നേടാം വേലിങ്കെതിന്തിച്ചു കുറെ നേരം ഉറങ്ങി പുലരുമ്പം മാമച്ചേട്ടൻ സമ്മാനവും നേടി ഉയരിഞ്ഞെതിന്തിച്ചു കുറെ നേരം ഉറങ്ങിപ്പോയി പുലരുമ്പം മാമച്ചേട്ടൻ സമ്മാനവും നേടി പാത്തുവതിങ്ങി പമ്മി നടക്കും കുണ്ണിക്കുതുമടിയൻ ആമച്ചേട്ടൻ ഓട്ടക്കാരൻ വീലും കൂട്ടുകാർ. മോനിച്ചാനും നിർമ്മല ആന്റി മുല്ലപ്പൂ ചേലുള്ള പെണ്ണാണോ
ശൃംഗാരം എന്മേൽ ചാർത്തിയ കുഞ്ഞോളം മോഹങ്ങളും മാനമേറും നേരം എന്നിഷ്ടം ഞാൻ മെല്ലെ ചൊല്ലിടാം. മഴവില്ലഴകിൽ അനുരാഗം കാണുവതെന്നോ നറുപുഞ്ചിരിയാൽ നീ
ബഹുമാനപ്പെട്ട മണവാളൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിവാഹം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഒത്തിരിയേറെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നതുമായ ഒരു സന്ദർഭമാണ്. എന്നാൽ ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു കൃപ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകും എന്ന് മാത്രമല്ല, നമ്മളിലൂടെ മറ്റനേകം പേർ സന്തോഷിക്കാനിടയാകും. വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവ ഇഷ്ടമനുസരിച്ച് അനുഗ്രഹീതമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ഈ മണവാളൻ ദൈവം കൂട്ടിച്ചേർക്കുന്ന പങ്കാളി രണ്ടുപേർക്കും ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ബെന്നി സാർ, ഞാനിവിടെ ശുശ്രൂഷിച്ചിരുന്ന കാലം മുതൽ ഒത്തിരിയേറെ സ്നേഹവും ആദരവും സന്തോഷവും പകർന്ന നാളുകളെ ഓർക്കുന്നു. അദ്ദേഹത്തോടുള്ള സ്നേഹനിമിത്തം കടന്നു വരാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടും ചേർന്ന് ഈ പുതിയ കുടുംബജീവിതം ആരംഭിക്കുന്ന പ്രിയപ്പെട്ട മണവാട്ടിക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കാക്കുന്ന ഓരോരെ എങ്ങും നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ ഒത്തോരുവിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം, നീ തന്നെ നൽകണം. എന്നും ഞങ്ങളെ കാക്കുന്ന ഓരോരെ എങ്ങും നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. പീലിപ്പൂവഴകായി പോരൂലേ നീ പോരൂലേ, പൊന്നും മിന്നും ചേലോടെ ചാർത്തി നീ പോരൂലേ നീ പോരൂലേ. കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം. നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അല്ലിപ്പൂവിന് കല്യാണം. മണമൊഴുകി മർത്തോമൻ നന്മയാൽ വരമരുളി ഓരയം തക്കം തെയ്യം തക്കം നൃത്തം ചവിട്ടി ആരോമൽ ചെറുക്കന് കല്യാണം. വെള്ളാമ്പൽ പൊയ്കയിൽ കുളിച്ചൊരുങ്ങി വെള്ളിമേഘത്തൂവൽ അണിഞ്ഞൊരുങ്ങി ഓരയം തക്ക തെയ്യം തക്ക നൃത്തം ചവിട്ടി ആരോമൽ പെണ്ണിന് മിന്നഴക. സദ്ഗതി വന്നണയാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഓരയം തക്ക തെയ്യം തക്ക നൃത്തം ചവിട്ടി പെണ്ണിനും ചെറുക്കനും കല്യാണം, പെണ്ണിനും ചെറുക്കനും കല്യാണം. കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം. നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അല്ലിപ്പൂവിന് കല്യാണം. വേണ്ടി സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നൽകിയ വരദാനമാണ് കുടുംബമായി ജീവിക്കുക എന്നത്. ആ ഒരു നല്ല അനുഭവത്തിലേക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുന്നു. സർവശക്തനായ ദൈവം ഉയരത്തിൽ നിന്നെല്ലാം നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിലെ ആരോഹണ ഗീതമാണ് 126, 127 സങ്കീർത്തനങ്ങൾ. അവിടെ മനോഹരമായൊരു വാക്കുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു.
സത്യത്തിൽ കുടുംബം ക്രമീകരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, കുടുംബജീവിതത്തിലേക്ക് നമ്മെ വിളിച്ച് അനുയോജ്യമായൊരു പാർട്ട്ണറെ നമുക്ക് നൽകിയത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ഈ ലോക ജീവിതമാണ്, ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ ആ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മെ വിളിച്ച് ഒരുമിച്ച് ചേർത്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കും. നമുക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ മോനും അവനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വധുവിനും സർവശക്തനായ ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചൈനക്കാരുടെ ഒരു പഴമൊഴിയുണ്ട്, മനുഷ്യന് കണ്ണിനോടൊപ്പം കൺപോളകളും ദൈവം തന്നിട്ടുണ്ടെന്ന്. കണ്ണ് കാണാനുള്ള ഏറ്റവും മനോഹരമായ ഹ്യൂമൻ ഓർഗനാണ്. തുറന്നു പിടിച്ച് കണ്ണ് നന്നായി ദർശിക്കാൻ സാധിക്കട്ടെ. എന്നാൽ ആവശ്യമില്ലാത്തതൊന്നും കാണാതെ ഇരിക്കാൻ ദൈവം കരുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിനോടൊപ്പം കൺപോളകളെയും ഉപയോഗിച്ച് നല്ല കുടുംബജീവിതം നയിക്കുവാൻ ഇവർക്കെല്ലാം നന്മകളും ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാ കൃപയും നൽകട്ടെ എന്ന് പറയുന്നു, എന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബെന്നിച്ചനും കുടുംബവും, അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു വികാരമാണ്. ആ ഒരു ബന്ധം, അത് ആ കുടുംബത്തിലുള്ള എല്ലാവരോടും, രണ്ടുപേരോടും രണ്ട് തരത്തിൽ ബന്ധങ്ങളുണ്ട്. സന്തോഷകരമായ ഇവരുടെ നല്ല മാതൃക ജീവിതം ഈ കുഞ്ഞുങ്ങൾക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. പ്രിയമുള്ളവരെ, വിവാഹത്തിൻ്റെ അനുഗ്രഹ നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുവാൻ ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ മകന് അനുഗ്രഹീതമായ കുടുംബം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബവുമായി അടുത്ത ബന്ധവും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. അതിലുപരിയായ സ്നേഹബന്ധവും ബന്ധുത്വവും ഒക്കെ ഉണ്ട്. ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ദൈവം നിയോഗിച്ചു. ഈ മകന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ വിഭാഗത്തിന്റെ നന്മകളും ആശംസിക്കുന്നു. Midnight calls, 'cause you know that I'll be up waiting all night long. Left me with your smoking gun. You cloud up my vision, a head-on collision, and I'm me into a dead end. White bad decisions, I'll turn the ignition and do it all over again. I'm seeing smoke signals fog up my rear window. I just can't let you go. No, I just can't let you go. I'm seeing smoke signals fog up my rear window. I just can't let you go. No, I just can't let you go. Let you go. I refuse to admit that I was blind and confused. Really thought I knew you. Cloud up my vision, my hazy addiction, but I never want it to end. So I'll keep on wishing that this is a fiction and keep crashing into your bed. I'm seeing smoke signals fog up my rear window. I just can't let you go. No, I just can't let you go. I'm seeing smoke signals fuck up my rear window. I just can't let you go. No, I just can't let you go.
കരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ ഗോതമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മഴയത്തൊരു കണ്ണും കളിയോ ഞാലാടുന്നേ ഇടനാഴിയ മതിയാവിൽ ഒരു നാളിനു നീ നല്ലൊരു നേരം ഇനിയില്ലതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാട്ടി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാങ്ങൊന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർവത്ത് നൊടിയിൽ മതയാനെ മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുള്ളക്ക് 10 ൽ 10. ഉലകിതിലാരോടും തോൽക്കാവീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്റെ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാൻ ആരും പോരണ്ട എരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നു